പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി വലിയൊരു അവസരത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐ കൺസിഡർ ദിസ് എസ് എ ഗ്രേറ്റ് പ്രിവിലേജ്. പാസ്റ്റർ ഫിനിയോടുള്ളതായ നന്ദിയും അതുപോലെ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ അറിയിക്കുന്നു. 2021 പുതിയ പ്രതീക്ഷകൾ നമുക്ക് തരട്ടെ. എന്നാൽ ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പുതിയതാണ്, എല്ലാ ദിവസവും പ്രതീക്ഷയ്ക്ക് വകയുള്ളതാണ്. കാരണം നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ഒരു കോറസ് പാടുന്നുണ്ടല്ലോ, ബിക്കോസ് ഹി ലീവ്സ് വി ക്യാൻ ഫേസ് ടുമാറോ. ഓരോ ദിവസം കഴിയും തോറും നാളെ എന്നുള്ളൊരു ദിവസം ദൈവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല. ബിക്കോസ് ഹി ലീവ്സ് വി ക്യാൻ ഫേസ് ടുമാറോ. നമ്മുടെ ദൈവം ജീവിക്കുന്നു, അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളുമായിട്ട് വചനം പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഈ ദിവസങ്ങളിൽ എൻ്റെ മനസ്സിൽ പ്രേരിപ്പിച്ചിരിക്കുന്ന ഒരു ചിന്തയാണ്. വളരെ ലളിതമായി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചില ചിന്തകൾ കൈമാറുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഈ പ്രവർത്തനത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ ശക്തി ലോകമെങ്കാടും അറിയട്ടെ. ദൈവമക്കൾ പ്രാർത്ഥിക്കുവാൻ കൂടുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും, അവിടെ സ്വർഗം ചലിക്കുവാനിടയായിത്തീരും. ഈ പ്രവർത്തനങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ദൈവവചന ചിന്തയിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 11 അധ്യായം അതിന്റെ 21 വാക്യമാണ് പ്രാരംഭമായിട്ട് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 21. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം. Somebody else can read in Malayalam, that will be really great. By faith Jacob, when he was dying, blessed each of Joseph's son and worshipped as he leaned on the top of his staff. വിശ്വാസത്താൽ, ആർക്കെങ്കിലും മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? വിശ്വാസത്താൽ യാക്കോബ് യാക്കോബ് മരണകാലത്തെങ്കിൽ യോസഫിന്റെ മക്കൾ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്തെ ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വളരെ സുപരിചിതമായിട്ടുള്ളതായ ഒരു അധ്യായമാണ് എബ്രായ ലേഖനം 11 അധ്യായം. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ നിന്നും പലപ്പോഴും നമ്മൾ വിശ്വാസ വീരന്മാർ എന്ന് പറഞ്ഞ് പലരുടെയും അനുഭവങ്ങൾ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് വിശദീകരിച്ചിരിക്കുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതായ ഒരു അധ്യായമാണ് എബ്രായ ലേഖനം 11 അധ്യായം. അതിൽ പേര് പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും വിശ്വാസ വീരന്മാർ എന്ന് നമ്മൾ വിളിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിലും 12 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ എബ്രായ ലേഖന കർത്താവ് അവരെ വിളിക്കുന്നത് ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് എന്നാണ്, സാക്ഷികളുടെ വലിയൊരു സമൂഹം എന്നാണ്. വിശ്വാസ വീരന്മാർ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അവരെല്ലാവരും വളരെ വിജയിച്ചവരാണ്, അവരിൽ യാതൊരു കുറവുകളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ വളരെ വ്യക്തമായിട്ട് 12 അധ്യായത്തിന് 1 വാക്യത്തിൽ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, അവർ വിശ്വാസത്തിന് വേണ്ടി നിന്നവരാണെങ്കിലും അവരെ ഞാൻ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവരവരുടെ തലമുറയിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച വലിയൊരു തലമുറ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ എബ്രായ ലേഖനം 11 അധ്യായത്തിൽ പേര് പറയപ്പെട്ടവരെല്ലാവരും പെർഫെക്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അവരെല്ലാവരും അവരുടെ ജീവിതം ദൈവിക പദ്ധതിയുമായിട്ട് അലൈൻ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. എവിടെയെല്ലാം അവരുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചോ അവിടെയെല്ലാം അവർ മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ അനുദപിച്ച് ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ കഴിയണമെന്നുള്ള ആഗ്രഹത്തിൽ ജീവിച്ചതുകൊണ്ടാണ് അവരുടെ എല്ലാം പേരുകൾ എബ്രായ ലേഖനം 11 അധ്യായത്തിൽ വരുവാനായിട്ട് കാരണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ എനിക്ക് പ്രാരംഭത്തിൽ തന്നെ നമ്മളോട് ചോദിക്കുവാനുള്ള ചോദ്യം, ഇന്ന് എബ്രായ ലേഖനം എഴുതുകയാണെങ്കിൽ നമ്മുടെ പേര് 11 അധ്യായത്തിൽ വരുവാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് അത്യാവശ്യമാണ്. ഇവരെല്ലാവരും ആ തലമുറയിൽ സാധാരണക്കാരനായി ജീവിച്ചവരാണെങ്കിലും ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുവാൻ ദൈവം ഉപയോഗിച്ചവരാണ്. ആദാമും ഹൗവയും ഏബലും നോഹയും എബ്രഹാമും ദാവീദും ഗിദെയോനും അങ്ങനെയുള്ള ഓരോരുത്തരുടെ പേരുകൾ.
ഇന്ന് രാത്രികാലം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് യാക്കോബാണ്. യാക്കോബ്. എന്റെ പ്രസംഗത്തിന്റെ അല്ലെങ്കിൽ എന്റെ ഇന്നത്തെ ചിന്തയുടെ ടൈറ്റിൽ ഇതാണ്: പെർസ്യൂട്ട് ഓഫ് സക്സസ്, എ റിഫ്ലക്ഷൻ ഫ്രം ജേക്കബ്സ് ലൈഫ്. ഒരു വിജയത്തിനു വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു യാക്കോബിന്റെ. വിജയത്തിനു വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു യാക്കോബിന്റെ. വളരെ ത്വരിതഗതിയിൽ, വളരെ ദ്രുതഗതിയിൽ താൻ യാത്ര ചെയ്യുകയാണ്. ജനിച്ച അന്നു മുതൽ തൻ്റെ ഉള്ളിലുള്ള ഒരേ ഒരു ആഗ്രഹം, എങ്ങനെയെങ്കിലും വിജയിക്കണം, ഐ വാണ്ട് ടു ബി സക്സസ്ഫുൾ ഇൻ മൈ ലൈഫ് എന്നുള്ള തീവ്രമായിട്ടുള്ളതായ ഒരു ആഗ്രഹം, ഒരു പാഷൻ കൊണ്ട് ജ്വലിച്ച വ്യക്തിയായിരുന്നു ആരെ? യാക്കോബ്. അതിനുവേണ്ടി താൻ പലവിധമായ കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ ചെയ്യുവാനിടയായിത്തീർന്നു. എന്നാൽ എബ്രായ ലേഖന കർത്താവ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ആ ജീവിതത്തിന്റെ മേഖലകളിൽ നിന്നുമുള്ള ഇൻസിഡന്റ് ഒന്നുമല്ല തന്നെ വിശ്വാസത്തിന്റെ സാക്ഷിയാക്കി മാറ്റിയത്, മറിച്ച് താൻ ദൈവിക പദ്ധതിയുടെ ഭാഗമായി മാറിയപ്പോൾ തൻ്റെ മക്കളെ പോലെ തൻ്റെ കൊച്ചുമക്കളെ ഇസ്രായേലിന്റെ ട്രൈബായി ഉയർത്തുവാനുള്ള വിശ്വാസത്തിന്റെ പ്രവൃത്തി താൻ ചെയ്തപ്പോഴാണ് എബ്രായ ലേഖന കർത്താവ് യാക്കോബിനെ സാക്ഷികളുടെ സമൂഹത്തിൽ പെടുത്തുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം യാക്കോബിന്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഞാൻ നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എ ക്വിക്ക് പീക്ക് ഇൻടു ദ ലൈഫ് ഓഫ് ജേക്കബ്. നമുക്കറിയാം, യാക്കോബിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന പല കാര്യങ്ങളുണ്ട്, അല്ലേ? യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് വരുന്ന ഓർമ്മകളാണ് അവനൊരു ഉപായിയാണ്, അവൻ ചതിച്ചവനാണ്, അങ്ങനെയുള്ളതായ പെട്ടെന്നുള്ളതായ നോഷൻസ് നമ്മുടെ മുമ്പിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. അതെല്ലാം വാസ്തവമായി നിൽക്കുമ്പോൾ തന്നെ I just want you to take you through a journey of Jacob's life so you'll be able to relate to some of the phases which he has went through. താൻ ജീവിതത്തിൽ നടന്നു നീങ്ങി അല്ലെങ്കിൽ താൻ ജീവിതത്തിൽ മുന്നോട്ട് പോയതായ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി ഇന്ന് റിലേറ്റ് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. യാക്കോബിന്റെ ജീവിതത്തെ ഞാൻ മൂന്നായിട്ട് തിരിക്കുവാനായിട്ട് പോകുകയാണ്. മൂന്ന് ഫേസുകളിലായിട്ടുള്ള തന്റെ ജീവിതത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് രാത്രികാലം നിങ്ങളുമായി സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത്, യാക്കോബ് ജനിച്ച അന്ന് മുതൽ താൻ വിജയത്തിനു വേണ്ടിയുള്ള തന്റെ യാത്രയിൽ there was a competing phase in his life. Competing phase എന്ന് പറഞ്ഞാൽ വിജയത്തിനു വേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്ന യാക്കോബിന്റെ ഒരു ഫേസ്. ആ ജീവിതത്തിന്റെ ഫേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ he was competing with his brother. He was competing with everybody. എല്ലാവരുമായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 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 മത്സര സ്വഭാവത്തോടു കൂടി ഹുക്ക് ആൻഡ് ക്രൂക്ക് എങ്ങനെയെങ്കിലും തനിക്ക് വിജയം നേടണമെന്നുള്ളതായ ഒരു ആഗ്രഹത്തിൽ താൻ ആ ഫേസിൽ വളരെയധികം ആകാംക്ഷയോടുകൂടി പ്രവർത്തിപ്പാനിടയായി. എ കോമ്പീറ്റിംഗ് ഫേസ് ഇൻ ജേക്കബ്സ് ലൈഫ്. ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായ രൂപം നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഞാൻ ചില വാക്യങ്ങൾ തൊട്ടു പോവുകയാണ്, നിങ്ങൾ പിന്നീട് വായിച്ചാലും മതി. ജെനസിസ് ചാപ്റ്റർ 25-26. After this his brother came out with his hand grasping Esau's heel, so he was named Jacob. ജനനത്തിങ്കൽ തന്നെ ഏശാവും യാക്കോബും ജനിച്ച സമയത്ത് അവിടെ എഴുതിയിരിക്കുകയാണ്, ഏശാവ് ആദ്യം പുറത്തു വന്നു, അതിനുശേഷം യാക്കോബ് പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? യാക്കോബ് ഏശാവിന്റെ കുതികാൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവന്റെ ഒരു കോമ്പീറ്റിംഗ് ഫേസിന്റെ ആദ്യത്തെ സംരംഭം തന്നെ നമ്മൾ അവിടെ കാണുന്നത് ജനനത്തിലാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ താൻ കോമ്പീറ്റ് ചെയ്യുവാനായിട്ട് ശ്രമം തുടങ്ങി. എന്തിനു വേണ്ടി? വിജയത്തിലേക്കുള്ള തന്റെ യാത്രയിൽ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിജയത്തിനു വേണ്ടിയുള്ളതായ ദാഹത്തിൽ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റോട് കൂടി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രികാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാനായിട്ടുള്ളത്, ദിസ് ഫേസ് വിൽ നോട്ട് ടേക്ക് യു എനിവെയർ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു ഫേസ് നമ്മളെ എവിടെയെങ്കിലും എത്തിക്കുകയില്ല. ഒരു പക്ഷെ താൽക്കാലികമായ വിജയങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിച്ചേക്കാം. എന്നാൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ we need to cross this phase and move towards what God intended to do in our life. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, ആ ഒരു ഫേസിലോട്ട് നമ്മൾ വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അക്നോളജ്മെന്റ് നമുക്ക് ലഭിക്കുവാനിടയായിത്തീരുകയുള്ളൂ. ഇവിടെ ഇൻ ദ പെർസ്യൂട്ട് ഓഫ് സക്സസ്
യാക്കോബ് ഇവിടെ എന്ത് ചെയ്യുകയാണ്? യാക്കോബ് കോമ്പീറ്റ് ചെയ്യുകയാണ്. യാക്കോബ് ഇവിടെ മത്സരിക്കുകയാണ്. യാക്കോബ് ഇവിടെ എന്തിനു വേണ്ടി? വിജയിക്കുവാനുള്ള തന്റെ ആകാംക്ഷയിൽ, അല്ലെങ്കിൽ തന്റെ ആ പാഷനിൽ ജനനം മുതലേ തന്നെ ഐറോണിക്കലി ഹി സ്റ്റാർട്ടഡ് കോമ്പീറ്റിംഗ് വിത്ത് ഹിസ് ബ്രദർ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? മറ്റൊരു വാക്യം ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 31, 33 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. Jacob replied, "First sell me your birthright. Look, I am about to die." Esau said, What good is birthright to me? But Jacob said, "Swear to me first." So he swore an oath to him, selling his birthright to Jacob. ഇവിടെ രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണുകയാണ്, ഏശാവ് വേട്ടയാടി വിശന്ന് വന്ന്, നിങ്ങൾ എന്നോട് കൂടെ വരണം, വേട്ടയാടി വിശന്ന് വന്നിരിക്കുന്ന സമയത്ത് യാക്കോബ് ഉണ്ടാക്കിയതായ പായസം കണ്ടപ്പോൾ ഏശാവിന് ഒരു തോന്നൽ, എനിക്ക് ഭയങ്കരമായി വിശക്കുന്നു, യാക്കോബെ നിനക്കത് തരുവാനായിട്ട് സാധിക്കുമോ? നമ്മളായിരുന്നെങ്കിൽ മറ്റു പല ഉപാധികൾ പറഞ്ഞൊഴിയുമായിരുന്നു. അല്ലെങ്കിൽ ഏശാവാണ് ആദ്യജാതൻ എന്നുള്ള ബഹുമാനം പൂർണ്ണമായിട്ടും കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരനായിരുന്നെങ്കിൽ he would not have asked anything in favor. എന്നാൽ യാക്കോബ് അവിടെ എന്ത് ചെയ്തു? യാക്കോബിനറിയാം ബർത്ത് റൈറ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ പശ്ചാത്തലത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് താൻ ചോദിച്ചു, എനിക്ക് ആവശ്യമായിട്ടുള്ളത് നിന്റെ ജ്യേഷ്ഠാവകാശമാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ഏശാവിനെ ഉപായത്താൽ ചതിച്ചു. ഏശാവ് അത് ചിന്തിക്കാതെ തന്റെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഒരു ബോഷനായി ഏശാവ് മാറുവാനിടയായി. ലുക്ക് അറ്റ് ദ കോമ്പീറ്റിംഗ് നേച്ചർ ഓഫ് ജേക്കബ്. അതാണല്ലോ നമ്മുടെ സബ്ജക്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ഫേസിൽ താൻ എന്ത് ചെയ്യുകയാണ്? കോമ്പീറ്റ് ചെയ്യുകയാണ്. വളരെ വളരെ ക്രുക്കഡായിട്ട്, വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി യാക്കോബ് ഇവിടെ പറയുകയാണ്, ഞാൻ പായസം തരാം, പക്ഷെ നീ എന്തോ എനിക്ക് തരണം? നിന്റെ ജ്യേഷ്ഠാവകാശം നീ എനിക്ക് തരണം. ലുക്ക് അറ്റ് വാട്ട് ഈസോ സെഡ്. ഏശാവ് എന്താ പറഞ്ഞത്? ഈ ബർത്ത് റൈറ്റ് കൊണ്ട് എനിക്ക് എന്താ കാര്യം? എനിക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് താൽക്കാലികമായിട്ടുള്ളതായ വിശപ്പ് മാറുവാനായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞ് താൻ തന്റെ ജ്യേഷ്ഠാവകാശം വിട്ടുകളയുവാനിടയായി. ഒരു ചിന്ത ഇവിടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ആത്മീകമായ അനുഗ്രഹങ്ങളുടെ ആഴം കാണുവാൻ സാധിക്കാതെ പലപ്പോഴും പല ഭൗതികമായ താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ആത്മീക ജീവിതം കൈമാറുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പറയുവാനായിട്ടുള്ളത്, നമ്മുടെ അകക്കണ്ണുകളെ തുറന്നുകൊണ്ട് നമ്മുടെ ബർത്ത് റൈറ്റിന്റെ ആത്മീകമായ അനുഗ്രഹത്തിന്റെ ആഴം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുവാൻ ദൈവം നമ്മുടെ അകത്തെ കണ്ണുകളെ തുറക്കുമാറാകട്ടെ. Praise the Lord. Otherwise we will exchange our eternal glory. We will exchange our spiritual blessings with so many temporal things in the world. Hallelujah. പല യാക്കോബുമാരും പായസവുമായിട്ട് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ആത്മീയ കണ്ണുകളെ ഈ ദിവസങ്ങളിൽ തുറക്കുവാൻ സാധിക്കുമെങ്കിൽ, പായസം വെച്ച് നീട്ടുമ്പോൾ അതിനോട് നോ എന്ന് പറഞ്ഞ് ദൈവം എന്നിൽ വെച്ചിരിക്കുന്ന വിളിയാണ്, ദൈവം എന്നിൽ വെച്ചിരിക്കുന്ന ദർശനമാണ് അതിനേക്കാൾ വലുതെന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു ആത്മബോധം, ഒരു ഉൾക്കണ്ണിന്റെ പ്രകാശനം ഈ ദിവസങ്ങളിൽ, പുതിയ വർഷത്തിൽ ദൈവം നമുക്ക് തെരുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മുടെ ആത്മീക അനുഗ്രഹങ്ങൾക്ക് വിലപേശുവാൻ ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. പായസത്തിന് പകരമായി നമ്മൾ നമ്മുടെ ആത്മീക അനുഗ്രഹങ്ങളെ, വിളിയെ, നമ്മുടെ ദർശനത്തെ അടിയറി പറയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2021 let's be extremely careful. Let us not exchange our spiritual blessing for anything which is temporary in this world. Competing face of Jacob. മത്സരം. നമുക്ക് വരാം, മുന്നോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന് 35-36 വാക്യം. അത് ആർക്കെങ്കിലും ഒരാൾക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി 26-ന്റെ 35-36 വാക്യങ്ങൾ. ഇസാക്ക് ഏശാവിനോട് പറയുന്ന ഒരു മറുപടിയാണിത്. But he said, your brother came deceitfully and took your blessing. Esau said, isn't he rightly named Jacob? This is the second time he has taken advantage of me. He took my birthright, now he's taken my blessing. ഇസാക്ക് പറയുകയാണ്, ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ ഒന്ന് പെട്ടെന്ന് വായിക്കാം. ഇസാക്ക് പറയുകയാണ്, നിന്റെ സഹോദരൻ ഉപായത്താൽ വന്ന് ആ അനുഗ്രഹം വാങ്ങിപ്പോയി മകനെ എന്ന് തന്റെ മൂത്ത മകനായ ഏശാവിനോട് വളരെ ദുഃഖത്തോടുകൂടി പറയുന്നതായ ഒരു വാക്യമാണിത്. Praise the Lord. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വൃദ്ധനായിരിക്കുന്ന ഇസാക്കിനെ നല്ലൊരു ഭക്ഷണം കഴിക്കുവാൻ താല്പര്യം. നമുക്കറിയാവുന്ന കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് അതിലൂടെ ഞാൻ ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. ചുരുക്കി പറയട്ടെ, ഇവിടെ യാക്കോബ് ഏശാവിന്റെ വേഷം ധരിച്ചു വരികയാണ്.
യാക്കോബ് ഏശാവിന്റെ വേഷം ധരിച്ചു വരികയാണ്. എന്തിനു വേണ്ടി? തന്റെ ജ്യേഷ്ഠന് വെച്ചിരിക്കുന്നതായ അനുഗ്രഹം ഉപായത്താൽ അടിച്ചു മാറ്റുവാനായിട്ട്. Let me ask Jacob one question. How long you will compete? എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? ഈ ലോകത്തിന്റെ പേരിനോ മഹിമയ്ക്കോ പ്രശസ്തിക്കോ നമ്മുടെ ഈ ത്വരിതഗതിയിലുള്ള ഓട്ടം ഇന്നൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ഇടയായിത്തീരട്ടെ. 2020 നമ്മെ വളരെയധികം ഗൗരവമായ പാഠങ്ങൾ പഠിപ്പിക്കാൻ ഇടയായിത്തീർന്നു. ഈ 2021 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ പ്രധാനമായത് ഏതെന്ന് മനസ്സിലാക്കുവാൻ, പ്രത്യേകതയുള്ളത് ഏതെന്ന് മനസ്സിലാക്കുവാൻ, ഉത്തമമായത് ഏതെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കുമാറാകട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇസാക്ക് പറയുകയാണ്, നിന്റെ സഹോദരൻ എന്ത് ചെയ്തു? ഉപായത്താൽ വന്നത് എടുത്തു കളഞ്ഞു. യേശാവ് ചോദിക്കുന്നു, കർത്താവ്, ഇനി നിന്റെ പിതാവ്, ഇനി നിനക്ക് അനുഗ്രഹമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇസാക്ക് അവനെ അനുഗ്രഹിക്കും ഇടയായിത്തീർന്നു. എന്നാൽ ദ റിയൽ ബ്ലെസ്സിങ് ആര് കൊണ്ടുപോയി? യാക്കോബ് കൊണ്ടുപോയി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഫേസിൽ തനിക്ക് പറ്റിയൊരു പരാജയമുണ്ട്. He was pursuing success. നിങ്ങൾ തലക്കെട്ട് മറക്കരുത്. The pursuit of success. 28 അധ്യായം അതിന്റെ 16 വാക്യത്തിൽ, ഉൽപ്പത്തി 28:16 ഇങ്ങനെയാണ് പറയുന്നത്. താൻ ഓടിപ്പോകുമ്പോൾ, ഏശാവിനെ പേടിച്ചോടിപ്പോകുമ്പോൾ, he was very fearful. Fear was gripping Jacob's life. യാക്കോബിന്റെ ജീവിതത്തെ പേടി, ഭയം ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഇത്രയും സക്സസ് ഒക്കെ തനിക്ക് ലഭിച്ചിട്ടും ഭയത്തിൽ നിന്നുള്ള ഒരു വിടുതൽ ആർക്കില്ല? യാക്കോബിനില്ല. 28:16 ഇങ്ങനെയാണ് പറയുന്നത്. ആർക്കെങ്കിലും കിട്ടിയെങ്കിലൊന്ന് വായിക്കാമോ? ഉൽപ്പത്തി 28. യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. താങ്ക് യു ബ്രദർ. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, പക്ഷെ ഞാനോ അത് അറിഞ്ഞില്ല. ഈ കോമ്പീറ്റിംഗ് ഫേസിൽ യാക്കോബിന്റെ ഹൃദയം ഇൻസെൻസിറ്റീവ് ആയി പോയി. മനസ്സിലാക്കുന്നുണ്ടോ? യാക്കോബിന്റെ ഹൃദയം ഇൻസെൻസിറ്റീവ് ആയി പോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനായിട്ടുള്ള ഒരു ചോദ്യം, ഈ ചോദ്യം എന്നോടും കൂടി ഉള്ളതാണ്. എത്രയോ പ്രാവശ്യം ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വന്നിട്ടും അത് തിരിച്ചറിയുവാൻ സാധിക്കാതെ നമ്മുടെ വിജയത്തിന് വേണ്ടിയുള്ള സാഹസിക യാത്രയിൽ we know the presence of God, ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ സാധിക്കാതെ നമ്മൾ നമ്മുടെ വിജയത്തിലേക്കുള്ള യാത്ര തുടരുവാനിടയായി. യാക്കോബിന്റെ ഒന്നാമത്തെ ഫേസിൽ നമ്മളിവിടെ കാണുന്നത്, he was after success and he was competing with his brother, and in that process he was not able to recognize the presence of God. ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കാതെ ഹൃദയം മരവിച്ചുപോയ യാക്കോബിനെയാണ് നമ്മളിവിടെ കാണുന്നത്. പലപ്പോഴും നമ്മൾ കുറ്റം പറയാറുണ്ട്, കർത്താവ്, ദൈവം എവിടാണ്? ദൈവം ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ നമുക്കത് തിരിച്ചറിയുവാൻ സാധിക്കണം. ഈ 2021 ദൈവ സാന്നിധ്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ദൈവ സന്നിധിയിൽ ഒരു സപ്ലൈക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. The problem is with the demand. Praise the Lord. കർത്താവ് പറഞ്ഞു, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങിക്കുടിക്കട്ടെ. അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, അയ്യോ, ജീവജലം, വെള്ളത്തിന്റെ സപ്ലൈ നിന്നു പോകുമല്ലോ എന്ന് വിചാരിച്ച് ആരും ദാഹം കുറയ്ക്കേണ്ട കാര്യമില്ല. കർത്താവ് പറയുന്നത്, there is no scarcity for the supply. സപ്ലൈ ഇവിടെ ഇങ്ങനെ നിർഗളമായിട്ട് ഇങ്ങനെ അനന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. The question to you is that നിങ്ങൾക്ക് ദാഹമുണ്ടോ? Are you really thirsty? ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ യാക്കോബിന് സാധിച്ചില്ല. He was competing with his brother. Praise the Lord. ഞാൻ എൻ്റെ രണ്ടാമത്തെ ചിന്തയിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യാക്കോബിന്റെ രണ്ടാമത്തെ ഫേസ്, a toiling face. വിജയത്തിലേക്കുള്ള തന്റെ യാത്രയിൽ, in the pursuit of success, now he is into toiling phase. വളരെ അധ്വാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് താൻ എത്തുകയാണ്. ഒരു വാക്യം നമുക്ക് വായിക്കാം.
ഉൽപ്പത്തി പുസ്തകം 31-38 മുതൽ 42 വരെയുള്ളതായ വാക്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് യാക്കോബ് ലാബാനോട് പറയുന്നതായ ഒരു കാര്യമാണ്. നമുക്കൊന്ന് വായിക്കാം. 31-ാം അധ്യായത്തിന് 38 മുതൽ 42 വരെയുള്ളതായ വാക്യങ്ങൾ. ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു, നിന്റെ കുമരിയാടുകൾക്കും കോലാടുകൾക്കും ജനനാശം വന്നിട്ടില്ല. നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നു കളഞ്ഞിട്ടുമില്ല. നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നു കളഞ്ഞിട്ടില്ല. പറഞ്ഞു. ദുഷ്ടമൃഗം കടിച്ചു കയറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. ഞാൻ നഷ്ടം സഹിച്ചു. പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു. ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ എന്ത് ചെയ്തു? ക്ഷയിച്ചു. എന്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. ഒരു വർഷമല്ല, 20 വർഷം. ഡേ നൈറ്റ് ഐ ടോയിൽഡ് ഹാർഡ്. വായിച്ചു ബ്രദറെ, താങ്ക് യു. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ പുത്രിമാർക്കായും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി. വായിച്ചോ. എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ഭയവുമായവൻ എനിക്കില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ തന്നെ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു. മതി. പ്രൈസ് ദി ലോർഡ്. ഇത് യാക്കോബിന്റെ ഹൃദയത്തിന്റെ അന്തരാത്മാവിൽ നിന്നും വരുന്നതായ ചില വാക്കുകളാണ്. വളരെ ഈസി ആയിട്ട് വായിച്ചു വിടുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ അതിലെല്ലാം വിയർപ്പിന്റെ രക്തം പൊടിഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടെ പറയുന്നത് ആര് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. യാക്കോബ് പറയുകയാണ്, ഐ സ്റ്റോപ്ഡ് കോമ്പീറ്റിംഗ്, നൗ ഐ ആം ഇൻടു എൻ ഹാർഡ് വർക്കിംഗ് ഫേസ്. ഇപ്പോഴും വിജയത്തിന്റെ പിന്നാലെയാണ്. ഇൻ ദ പെർസ്യൂട്ട് ഓഫ് സക്സസ് ഈസ് ഹാർഡ് വർക്കിംഗ്. ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് വേൾഡുകളൊക്കെ വർക്ക് ചെയ്യുന്ന നമുക്കറിയാം. വാട്ട് ഡസ് ദാറ്റ് മീൻ? പക്ഷെ ഇവിടെ യാക്കോബ് പറയുന്നത്, പകലിൽ ഞാൻ അധ്വാനിച്ചു, രാത്രിയിലും ഞാൻ അധ്വാനിച്ചു. 24/7, 365 days for the 20 years continuously I worked hard for success. Praise the Lord. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. യാക്കോബ് ഇവിടെ ക്ഷീണിച്ച് അവശനായി ടയേർഡായിട്ട് 20 വർഷം 14 വർഷം ഭാര്യമാർക്ക് വേണ്ടിയും 6 വർഷം ആടുകളും മറ്റ് സമ്പത്തുകൾക്കും വേണ്ടി അധ്വാനിച്ച് വശംവദനായി ജീവിതത്തിന്റെ ഒരു ഡെസ്പറേറ്റ് മൊമെന്റിൽ ആയിരുന്നിരിക്കുന്ന യാക്കോബ് ഇവിടെ പറയുകയാണ്, ഞാൻ തളർന്നുപോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ള രണ്ടാമത്തെ ചോദ്യം, ആർ യു വർക്കിംഗ് റിയലി ഹാർഡ് ഫോർ സക്സസ്? ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം, ആർ യു വർക്കിംഗ് റിയലി hard from a competing perspective? Are you competing with somebody? ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് ഒരു മത്സര സ്വഭാവമുണ്ടോ? ആരെങ്കിലുമായിട്ട് നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഈ രണ്ടാമത്തെ ഫേസിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, ആർ യു വർക്കിംഗ് വെരി ഹാർഡ്? കർത്താവേ, ഞാൻ അധ്വാനിച്ചു. ശിഷ്യന്മാർ പറഞ്ഞതായ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ, വളരെ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. നമ്മുടെ അധ്വാനങ്ങളൊന്നും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നമുക്ക് തരുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമ്മുടെ പ്രയത്നം കർത്താവിലായിരിക്കണം. നമ്മുടെ പ്രയത്നം കർത്താവിലാണെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന ഡിസൈഡ് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുവാനിടയായിത്തീരുകയുള്ളൂ. പൗലോസ് അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അവസാന വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നല്ല അവിടെ പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. കർത്താവിലല്ലാത്ത എല്ലാ പ്രയത്നവും വ്യർത്ഥമായി തീരും. അതാണ് അതിന്റെ അർത്ഥം. If your work, if your effort is not in Christ, എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ക്രൈറ്റീരിയ പ്രകാരം ക്വാളിഫൈഡ് ആകാത്ത എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ തളർന്നു പോകുവാനിടയായിത്തീരും. എന്നാൽ ക്രിസ്തുവിലുള്ള നിങ്ങളുടെ പ്രയത്നം മാനിക്കപ്പെടുവാനായിട്ടിടയായിത്തീരും. യാക്കോബേ, നീ വളരെ അധ്വാനിച്ചു. ഇവിടെ താൻ ചീറ്റിംഗ് ഒന്നുമില്ല. ഇവിടെ യാക്കോബ് പറയുന്നത്,
കളവ് പോയതിനെല്ലാം ഞാൻ തന്നെ നഷ്ടം സഹിച്ചു. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ പൈസ ഇട്ട് അതിനെല്ലാം എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. പകൽ കളവ് പോയതിനെ, രാത്രി കളവ് പോയതിനെയൊക്കെ നീ എന്നോട് ചോദിച്ചു, അതെല്ലാം ഞാൻ നിനക്ക് തന്നു. എൻ്റെ വിജയത്തിന് വേണ്ടിയുള്ളതായ ലഹരിയിൽ ഞാൻ അതെല്ലാം സഹിച്ചു. എന്നിട്ട് പറയുകയാണ്, 10 പ്രാവശ്യം നീ എന്നെ എന്ത് ചെയ്തു? പ്രതിഫലം മാറ്റി. തരാമെന്ന് പറഞ്ഞിട്ട് തരാതിരിക്കുകയും തരാമെന്ന് പറഞ്ഞ് വേറൊന്ന് തരികയും ഒക്കെ ചെയ്തു. ഇപ്പൊ ആരാ പ്രതിഭാഗത്ത്? ഒന്നാമത്തെ ഫേസിൽ ആരായിരുന്നു പ്രതി? യാക്കോബ് വളരെ വിജയത്തിന്റെ മാസ്മരിക ലഹരിയിലായിരുന്നു യാക്കോബ്. ഇപ്പോൾ ജേക്കബ് ഈസ് ഓൺ ദ അതർ സൈഡ്. താൻ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 10 പ്രാവശ്യം പാവം എഴുതി വെച്ചിട്ടുണ്ട്, തന്റെ ഡയറിയിൽ എഴുതി വെച്ചു, ഇന്ന് രാത്രി ലാബാൻ എന്നെ പറ്റിച്ചു. ഓരോ പ്രാവശ്യം എനിക്ക് 10 കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. സാധാരണ ആളുകൾ എണ്ണുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന പലരോടും നമ്മൾ പറയുന്നു, 3 പ്രാവശ്യം നീ എന്നെ വിഷമിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ യാക്കോബിന് അത് നിങ്ങൾ മനസ്സിലാക്കണം. അത്രയും ഇന്റൻസ് ആണ് തന്റെ പെയിൻ. 10 പ്രാവശ്യം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ലാബാന്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ മറന്നിട്ടില്ല. 10 പ്രാവശ്യം 20 വർഷത്തിൽ നീ എന്നെ എന്ത് ചെയ്തു? എന്റെ പ്രതിഫലത്തെ മാറ്റി. പക്ഷേ വിജയത്തിനു വേണ്ടിയുള്ള എൻ്റെ ആഗ്രഹത്തിൽ ഞാൻ അതെല്ലാം മറന്നു. പക്ഷെ പിന്നീട് യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പിതാവായ അബ്രഹാം എൻ്റെ ദൈവം, എൻ്റെ പൂർവ്വപിത എൻ്റെ വലിയപ്പച്ചനായിരിക്കുന്ന, എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കുന്ന അബ്രഹാമിന്റെ ദൈവം, എൻ്റെ ഫാദർ ആയിരിക്കുന്ന ഇസാക്കിന്റെ ഭയവുമായവൻ എന്നോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ my effort would have been futile. നിങ്ങൾ ഈ പദം വളരെ ശ്രദ്ധിക്കണം. യാക്കോബ് അക്നോളജ് ചെയ്യുകയാണ്, കർത്താവേ, എന്നിൽ ഒരു നന്മയുമില്ല. എൻ്റെ ഈ കോമ്പറ്റിംഗ് ഫേസിനോ എൻ്റെ ഈ ടോയിലിംഗ് ഫേസിനോ ഒന്നും ദൈവപ്രസാദം പിടിച്ചു പറ്റുവാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ ദൈവം എന്നെ പെർസ്യൂ ചെയ്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ട്? God was chasing me. എന്തുകൊണ്ട്? എൻ്റെ പൂർവ്വപിതാവായിരിക്കുന്ന എൻ്റെ വലിയപ്പച്ചനായിരിക്കും, എൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കുന്ന അബ്രഹാമിനോടും ഇസഹാക്കിനോടുമുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തിക്കായി ദൈവം എന്നോട് കൂടെയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫേസിൽ സർവൈവ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ദൈവഹിതമല്ലാത്ത പല മേഖലകളിലൂടെ നമ്മൾ കടന്നുപോയിട്ടും നമ്മെ ദീർഘക്ഷമയോടെ നമ്മെ പിന്തുടർന്ന ദൈവസ്നേഹത്തിനായി ഞാൻ ഇന്ന് രാത്രി കാലം ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസിനെ തേടിപ്പോയ ദൈവസ്നേഹം, യോവനെയെ തേടിപ്പോയ ദൈവത്തിന്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യാക്കോബിനെ പിന്തുടരുകയാണ്. എന്തിനെ? അവനെ തന്റെ പ്ലാനിലേക്ക് എത്തിക്കുവാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന തന്റെ പ്ലാനിലേക്ക് എത്തിക്കുവാനായിട്ട് ഇവിടെ യാക്കോബിനെ പിന്തുടരുന്നതായ ദൈവം. ഈ 2020 വളരെ പ്രയാസങ്ങളിലൂടെ നമ്മളും ലോകവും എല്ലാം കടന്നുപോയപ്പോഴും ദൈവത്തിന്റെ സ്നേഹം നമ്മെ തേടി വരുവാനായിട്ടിടയായിത്തീർന്നു. He was chasing us. നമ്മളോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്കായിട്ട്, ദൈവിക പദ്ധതിയുടെ ഭാഗമായി നമ്മളെ ഉൾപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മോട് കൂടെ ഇരുന്നു. ഇവിടെ യാക്കോബ് അക്നോളജ് ചെയ്യുകയാണ്, God was with me, not because of my merits, because of Abraham, because of Isaac. Oh, praise the Lord. ദൈവത്തിന്റെ മാറാത്ത സ്നേഹത്തിനായി ഞാൻ ഇന്ന് രാത്രി കാലം ദൈവത്തെ സ്തുതിക്കുന്നു. Pursuit of success. ഞാൻ എൻ്റെ അവസാനത്തെ ചിന്തയിലേക്ക് വരികയാണ്. A competing face, a toiling face, and number 3, a transformation face. ഒരു രൂപാന്തരത്തിന്റെ ഒരു ഘട്ടത്തിലോട്ട് യാക്കോബ് നടന്നെടുക്കുകയാണ്. തളർന്ന യാക്കോബ് മത്സരിച്ച് ജയിച്ചു, അനുഗ്രഹം വാങ്ങി, ബർത്ത് റൈറ്റ് വാങ്ങി, വർക്ക് ഹാർഡ് ചെയ്ത് താൻ ഈ ലോകത്തിൽ സമ്പാദിക്കാനുള്ള എല്ലാം സമ്പാദിച്ചു. ആടുമാടുകളും ഭാര്യമാരും പുത്രം എല്ലാം എല്ലാം എല്ലാം. Anybody can imagine a success? He got it. പക്ഷെ തളർന്ന അവശനായി യാക്കോബ് ഇവിടെ 3-ാം ഘട്ടത്തിലോട്ട് വരികയാണ്.
ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന് 22 മുതൽ 24 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ജനസിസ് ചാപ്റ്റർ 32 വേഴ്സ് 22 to 24. ആ രാത്രിയിൽ അവൻ എഴുന്നേറ്റു തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യബ്ബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി തനിക്കൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. I want all of you to tell with me without unmuting. I am left alone. ഞാൻ തനിയെ ശേഷിച്ചു. Praise the Lord. That is the key. ഇനിയുള്ള ചില നിമിഷങ്ങൾ എന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ഞാൻ എന്റെ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. Let year 2021 be an year of one-on-one with God. ദൈവവുമായിട്ടുള്ള തനിയെ ഉള്ള ഒരു വർഷമായി 2021 നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 24-ാമത്തെ വാക്യം ഒന്നുകൂടി വായിക്കാമോ ബ്രദറെ? So Jacob was left alone, but a man wrestled with him till. യാക്കോബ് തനിയെ ശേഷിച്ചു, അപ്പോൾ ഒരു പുരുഷൻ ഉഷസാഗോളം. Thank you. യാക്കോബ് തനിയെ ശേഷിച്ചു, അപ്പോൾ ദൈവം ഉഷസാഗോളം അവനോട് ബന്ധപ്പെട്ടു. I want you to connect these two words. Come with me, praise the Lord. യാക്കോബ് തനിയെ ശേഷിച്ചു, അപ്പോൾ ദൈവം. യാക്കോബ് തനിയെ ശേഷിച്ചു, അപ്പോൾ ദൈവം. When Jacob was left alone, then God. Hallelujah. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇക്വേഷൻ മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരൊറ്റയ്ക്ക് ദൈവവുമായിട്ട് one-on-one വേണ്ടി വരുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി വരുവാൻ ഇടയായിത്തീരും. God was looking for his attention. Hallelujah. യാക്കോബേ, ഇതുവരെ നിന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ സൃഷ്ടിച്ചവനായ, നിന്നെ നിർമ്മിച്ചവനായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, I was looking for a one-on-one with you. ഞാൻ നീയുമായിട്ട് ഒരു one-on-one വേണ്ടി ദാഹിച്ചിരിക്കുകയായിരുന്നു. നിന്റെ ടോയിലിംഗ് ഫേസിൽ, നിന്റെ കോമ്പറ്റിംഗ് ഫേസിൽ നീ എനിക്ക് സമയം തന്നില്ല. But now is the time for you to come to me. Oh, praise the Lord. നിന്റെ വിജയത്തിന്റെ മാസ്മരികതയ്ക്ക് വേണ്ടിയുള്ള ഓട്ടത്തിൽ നീ എന്നെ മറന്നു. ദൈവ സാന്നിധ്യം ഞാൻ നിന്റെ പിന്തുടർന്നപ്പോൾ അത് തിരിച്ചറിയുവാൻ പറ്റാത്ത നിന്റെ കണ്ണുകൾ കുരുടായി പോകുവാനിടയായി തീർന്നു. But now you are alone. Now you are alone. I need your attention, Jacob. Oh, എനിക്ക് ഇഷ്ടപ്പെട്ടു. ദൈവം യാക്കോബ് തനിച്ചാകുന്ന ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. Can you just imagine? സ്വർഗത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും നമ്മയും സൃഷ്ടിച്ചവനായ ദൈവം നമ്മളുമായിട്ട് ഒരു 5 നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു അനുഭവം നിങ്ങൾക്ക് ചിത്രീകരിക്കാമോ? വിജയത്തിനും ഫെയിമിനും അതുപോലെ നമ്മുടെ അജണ്ടയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഓട്ടത്തിന്റെ തിരക്കിൽ ദൈവം സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. When Simjan will be left alone, when that brother will be left alone, when the sister will be left alone. എപ്പോഴാണ് ആ സഹോദരി എനിക്ക് തനിച്ചൊന്ന് കിട്ടുന്നത്? എപ്പോഴാണ് ആ സഹോദരൻ എനിക്ക് തനിച്ചൊന്ന് കിട്ടുന്നത്? About transformation phase. Oh, praise the Lord. ഞാൻ ഒരു പ്രസിദ്ധനായ ദേവദാസൻ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, DL മൂഡിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ തിരക്ക് പിടിച്ച ക്രൂസേഡുകളിൽ പ്രസംഗിച്ച ശേഷം one day he ran to his house എന്നിട്ട് പറഞ്ഞു, I want to have a one-on-one with God. ആളുകൾ ചോദിച്ചു, ഇത്രയും സമയം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയില്ല? പറ്റി. But now I need a one-on-one with God. ക്രൂസേഡിൽ പ്രസംഗിച്ച് ആയിരക്കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെട്ട ശേഷം വന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണിത്. അല്ലാതെ പാപം ചെയ്ത് വന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല. നമ്മൾ ആത്മീകമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത ശേഷം he was desperately looking for a one-on-one with God. Hallelujah. ൽ നമ്മൾ തനിയെ ശേഷിക്കുന്ന നിമിഷങ്ങൾ കൂടുതൽ ഉണ്ടാകട്ടെ. പുരുഷാരത്തിൽ നിന്ന് മാറി
നമ്മുടെ തിരക്കുകളിൽ നിന്ന് മാറി, മീഡിയയിൽ നിന്ന് മാറി, നമ്മൾ ആത്മീകമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളിൽ നിന്ന് മാറി ദൈവവുമായിട്ടുള്ള 1-on-1 വേണ്ടി അപ്പോയിന്റ്മെന്റ് നിശ്ചയിക്കുന്ന വർഷമായി 2021 മാറട്ടെ. Jacob, I need your attention. യാക്കോബ് ഒറ്റയ്ക്കായപ്പോൾ ദൈവം എടുത്തു ചാടി. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. യാക്കോബ് ഒറ്റയ്ക്കാകുവാൻ വേണ്ടി നോക്കി നിൽക്കുന്ന നമ്മുടെ ദൈവം. പലപ്പോഴും നമ്മൾ പറയും, കർത്താവേ നീ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മറുപടി നൽകുന്നില്ല? ദൈവത്തിന് പറയാനുള്ളത്, നിന്നെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് വേണ്ടേ? When was the last time I got you for 5 minutes? You are busy. Even Zoom മീറ്റിങ്ങുകൾ പോലും നിനക്ക് ബിസിയാണ്. പ്രസംഗത്തിൽ നീ ബിസിയാണ്. വർഷിപ്പ് ലീഡ് ചെയ്യുന്നതിൽ നീ ബിസിയാണ്. അതൊന്നും വേണ്ട എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ when was the last time you were left alone? 2021 നമ്മൾ തനിച്ചാകുന്ന വർഷമായി മാറട്ടെ. നമ്മൾ തനിച്ചാകുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന നമ്മുടെ ദൈവം. 28ാമത്തെ വാക്യം, 32:28. Then the man said to him, your name will be no longer Jacob, but Israel. ആ വാക്യം ഒന്ന് വായിക്കാമോ ബ്രദറെ? ഉൽപ്പത്തി 32:28 വാക്യം. You are mute, brother. 32:28 വാക്യം. ഇങ്ങനെയാണ് വായിക്കുന്നത്. Your name will no longer be Jacob. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. Thank you so much. ശ്രദ്ധിക്കുക, ദൈവം പറഞ്ഞില്ല നീ നിന്റെ കോമ്പീറ്റിംഗ് ഫേസിൽ ജയിച്ചത് കൊണ്ടും നിന്റെ ടോയിലിംഗ് ഫേസിൽ അധ്വാനിച്ചത് കൊണ്ടും ഞാൻ നിന്റെ പേര് മാറ്റുന്നു എന്ന് പറഞ്ഞില്ല. നീയും ഞാനുമായി 1-on-1 നീ വന്നതുകൊണ്ട് ഞാൻ നിന്റെ പേര് മാറ്റുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ വിഭാവനം ചെയ്യുന്ന മേഖലകളിലല്ല ദൈവം നമ്മുടെ ഡെസ്റ്റിനി മാറ്റുന്നത്. പ്രാർത്ഥനാ മുറിയിലാണ് നമ്മുടെ ഡെസ്റ്റിനി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. അവനുമായിട്ടുള്ള 1-on-1 നമ്മുടെ ഡെസ്റ്റിനി മാറുന്നത്. യാക്കോബേ, നിന്റെ പേര് ഞാൻ മാറ്റുന്നത് നിന്റെ കഴിവ് കൊണ്ടൊന്നല്ല. ദ പെർസ്യൂട്ട് ഓഫ് സക്സസ്, വിജയത്തിന്റെ പിന്നാലെയുള്ള നിന്റെ യാത്രയിൽ നിന്റെ വളരെ താന്ത്രികമായിട്ടുള്ള പല കാര്യങ്ങളും ഉപയോഗിച്ചു. അതിലൊന്നും സംതൃപ്തനായിട്ടല്ല ഞാൻ നിന്റെ പേര് മാറ്റുന്നത്. When you are left alone today, I want to change your name. Praise the Lord. ഇനി മുതൽ നിന്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും. ഓ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് വേൾഡ് മാപ്പിൽ ഒരു ചെറിയ പീസ് ഇസ്രായേൽ എന്ന രാജ്യം കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായ ഒരു സംഭവമുണ്ട്. യാബോക്ക് കടവിങ്കൽ വെച്ച് ദൈവവുമായിട്ട് തനിക്കുണ്ടായ 1-on-1. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വേൾഡ് മാപ്പിൽ ആ കൊച്ചു രാജ്യം കാണുമ്പോൾ ഓർക്കണം, ഓർക്കണം, ഓർക്കണം യാക്കോബിന്റെ 1-on-1. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചരിത്രം മാറ്റുന്ന സംഭവങ്ങൾ നടക്കുന്നത് പ്രാർത്ഥനാ മുറിയിലാണെന്ന് ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഗെറ്റ് ഓൺ ടു 1-on-1 വിത്ത് ഗോഡ്. 2021 നമ്മുടെ ഡെസ്റ്റിനിയെ മാറ്റുന്ന വർഷമാകണമെങ്കിൽ God need to have 1-on-1 with us. I'm going to close in 2 minutes. Competing Jacob, toiling Jacob, transformed Israel. Did you notice that? Competing Jacob, toiling Jacob, but now he is transformed Israel. മത്സര സ്വഭാവമുള്ള യാക്കോബ് ഒന്നാമത്തെ ഫേസ്, അധ്വാനിക്കുന്ന യാക്കോബ് രണ്ടാമത്തെ ഫേസ്, രൂപാന്തരപ്പെട്ട ഇസ്രായേൽ മൂന്നാമത്തെ ഫേസ്.
ട്രാൻസ്ഫോംഡ് ഇസ്രായേൽ. എബ്രായ ലേഖന കർത്താവിലേക്ക് മടങ്ങി വരാം. തന്റെ ട്രാൻസ്ഫോംഡ് ഫേസിലാണ് താൻ ദൈവിക പദ്ധതിയുമായിട്ട് അലയനായത്. അവിടെയാണ് താൻ സാക്ഷികളുടെ സമൂഹത്തിൽ വരുവാനിടയായി തീർന്നത്. എഫ്രൈമിനെയും മനശ്ശയെയും അനുഗ്രഹിച്ച യാക്കോബേ, അത് നിന്റെ സ്വന്തം ബുദ്ധിയിൽ ചെയ്തതല്ല, രൂപാന്തരപ്പെട്ട ഇസ്രായേലിന്റെ. ഉൽപ്പത്തി പുസ്തകം 44 or 45 അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ അവരെ അനുഗ്രഹിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് യാക്കോബിന്റെ ബുദ്ധിയിൽ വരുന്നതല്ല, അത് രൂപാന്തരപ്പെട്ട ഇസ്രായേലിന്റെ ബുദ്ധിയിൽ വരുന്നതാണ്. A transformed man only can understand the plan of God. രൂപാന്തരപ്പെട്ട വ്യക്തിക്ക് മാത്രമേ ദൈവിക പദ്ധതിയെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. Let me close my thoughts here. 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ, ആലങ്കാരികമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച 2 വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി 28-ന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 28-ന്റെ 10. എന്നാൽ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാ പാർത്തു. മതി ബ്രദറെ. തന്റെ ഒന്നാമത്തെ ഫേസിൽ ശ്രദ്ധിക്കുക. തന്റെ ഒന്നാമത്തെ ഫേസിൽ താൻ പേടിച്ചോടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലങ്കാരികമായിട്ട് എഴുതിയിരിക്കുകയാണ്, സൂര്യൻ അവന്റെ മേൽ അസ്തമിച്ചു. സൂര്യ അസ്തമനം അവന്റെ ജീവിതത്തിലുണ്ടായി. Now come with me to chapter number 32 and verse number 31. ഉൽപ്പത്തി 32-31 നമുക്കൊന്ന് വരാം. അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. പെനിയേൽ കടന്നുപോയപ്പോൾ സൂര്യൻ ഉദിച്ചു. ഒരു സൂര്യാസ്തമയം മുതൽ ഒരു സൂര്യ ഉദയം വരെ തന്റെ ജീവിതത്തിന്റെ 3 ഘട്ടങ്ങളിലൂടെ കടന്നുപോയ യാക്കോബ് ദൈവവുമായിട്ടുള്ള 1-on-1 കഴിഞ്ഞപ്പോൾ, അവന്റെ പേര് മാറ്റിയപ്പോൾ, ആലങ്കാരികമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, സൂര്യൻ ഉദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു അസ്തമയത്തിന്റെയും ഒരു ഉദയത്തിന്റെയും മധ്യത്തിലുള്ള യാക്കോബിന്റെ യാത്ര. Pursuit of success. യാക്കോബേ, നിന്റെ കോമ്പീറ്റിംഗ് ഫേസിൽ നിനക്ക് വിജയിക്കുവാൻ സാധിച്ചില്ല. ലോകപ്രകാരം നിനക്ക് വിജയിക്കാൻ സാധിച്ചു. നിന്റെ ടോയിലിംഗ് ഫേസിൽ നിനക്ക് വിജയിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ നിന്റെ ട്രാൻസ്ഫോംഡ് ഫേസിൽ ദൈവം നിന്നെ വിജയിപ്പിക്കുവാനിടയായി തീർന്നു. ഇന്നും എബ്രായ ലേഖനം 11 വായിക്കുമ്പോൾ നിന്റെ പേര് ഓർമ്മയിൽ വരുന്നു. ഇന്നും ഇസ്രായേലിന്റെ ഭൂപടം കാണുമ്പോൾ നിന്റെ ട്രാൻസ്ഫോംഡ് ഫേസ് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു. ഈ 2021 അധ്വാനങ്ങളോട് വിട പറഞ്ഞ്, മത്സര സ്വഭാവങ്ങളോട് വിട പറഞ്ഞ്, ദൈവവുമായിട്ടുള്ള 1-on-1 ഒരു സമർപ്പണ ജീവിതം ദൈവം നമുക്ക് തരുമാറാകട്ടെ. Let this 2021 be a year of 1-on-1 with God. ദൈവം നമ്മുടെ പേര് മാറ്റുന്ന, ദൈവിക പദ്ധതിയിലേക്ക് നമ്മെ ഉൾപ്പെടുത്തുന്ന ഒരു വർഷമായി 2021 മാറട്ടെ. A competing Jacob, toiling Jacob, transformed Israel. മത്സര സ്വഭാവമുള്ള യാക്കോബ്, അധ്വാനിക്കുന്ന യാക്കോബ്, രൂപാന്തരപ്പെട്ട ഇസ്രായേൽ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.